ഉണ്ട്. അവർക്ക് നല്ല പേര് വെച്ച് കൊടുക്കണം. ഈ അടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദേ സുറുമി എന്നിട്ടൂടെ? സുറുമു. സുബ്ഹാനല്ലാഹ്. ചോദിച്ചത് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ആലപ്പുഴ ജില്ലയിൽ നിന്ന് തിരിച്ചിങ്ങ് വരുമ്പോൾ വഴിമധ്യം വെച്ച് എവിടെയോ ആയിരുന്നു ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, കുറേ പേര് കേട്ടിട്ടുണ്ട്, സുറുമു എന്ന് ആദ്യമായിട്ടാണ്, സുറുമ എന്ന് കേട്ടിട്ടുണ്ട്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ പറഞ്ഞു സുറുമ എന്നല്ല, എൻ്റെ പേര് റസാഖി എന്നാണ്. അവളുടെ പേര്, അവരുടെ വൈഫിന്റെ പേര് സുഹാബി എന്നാണ്. ഏക മകനുണ്ട്, ആ മകന്റെ പേര് മുനീർ എന്നാണ്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് സുറമു എന്ന് ഇട്ടൂടെ എന്ന് ചോദിച്ചത്. അപ്പൊ അങ്ങനത്തെ പേരുകളൊക്കെ ഇടുമ്പോൾ അത് പ്രശ്നമാണ്. ചെറിയ കുട്ടിയോട് സംഭവം ഉള്ളത് തന്നെയാണ്. ചെറിയ കുട്ടി തിബിയാൻ പോലെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ട പ്രായമെത്തിയ ഒരു ചെറിയ കുട്ടിയോട് വർഷങ്ങൾക്ക് മുമ്പ് വേറൊരാൾ പേര് ചോദിച്ചപ്പോ അദ്ദേഹത്തോട് കുട്ടി പറയുന്ന മറുപടിയാണ്, എന്തോന്ന് പേര് പറഞ്ഞു, ഓമന പേര് എന്തോന്ന് പറഞ്ഞു. അപ്പോ ചോദിച്ച ആൾക്ക് മനസ്സിലായിട്ടില്ല. ഒന്നും കൂടെ ചോദിച്ച്, എന്താണ് പേര്? ഇമ്മയിപ്പൊക്കെ അങ്ങനെ എന്താണ് വിളിക്കാന്ന് ചോദിച്ചു. കുട്ടി പറയുന്നത് കൂടുതൽ വിളിക്കുന്നത് ഇബിലീസ് എന്നാണ്. ഇബിലീസ് എന്നാ വിളിക്കുന്നത്. മക്കൾ നശിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ? ഈ അടുത്ത് ഒരു രക്ഷിതാവിനെ കുറിച്ച് ഒരു വിദ്യാർത്ഥി പറഞ്ഞു, ഇവിടെ ഉള്ളതല്ല കേട്ടോ, 2 ജില്ല അപ്പുറത്തുള്ളതാണ്. ഒരു വിദ്യാർത്ഥി പറഞ്ഞു, അവരെല്ലാവരെയും വിളിക്കുന്നത് ഏത് സമയത്ത് പെട്ടെന്ന് വന്നിട്ടില്ലെങ്കിലൊക്കെ അവരുടെ ഉപ്പ അതുപോലെ മറ്റുള്ളവരൊക്കെ വിളിക്കുന്നത് ഹലാക്കായിപ്പോട്ടെ, നശിച്ചു ഹലാക്കാവട്ടെ എന്നുള്ളത് വെറുതെ തമാശ ഇങ്ങനെ പറയും. അതൊക്കെ പ്രശ്നമാണ്, വലിയ അപകടം അതിൽ ചെന്നെത്തും. നിങ്ങൾ മംഗലാപുരത്ത് ഒരു നടന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ ഒരു കുട്ടി, പരിചയത്തിലുള്ള ഒരു സുഹൃത്തിന്റെ കുട്ടി, ആ കുട്ടിയോടൊപ്പം വീട്ടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്ത അയൽവാസി ഓനെ വിളിച്ചിട്ട് വരുന്നേ ഇല്ല. അപ്പോ ആ ഉമ്മ ദേഷ്യം പിടിച്ച് വാതിലടിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ മറ്റേ കുട്ടി അവന്റെ വീട്ടിലേക്ക് പോയി, ഇവനാ പുറത്തന്നെ. പക്ഷെ ഉമ്മ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരു നായ വന്ന് അവനെ കടിച്ചു. മകൊന്നും ചെയ്യാൻ കഴിയില്ല. കുട്ടി ആ നായ കടിയേറ്റ് ഹോസ്പിറ്റലിൽ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടി മരിച്ചുപോയി. ഇന്നാലില്ല. ഇത് നമ്മുടെ മക്കളാണ്, അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളതല്ല. അവർക്ക് വേണ്ടത് നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പണ്ടൊക്കെ കിട്ടു, പുട്ടു, അങ്ങനെ പല പേരുകളുണ്ടായിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ പേരിൽ കുറച്ച് മാറ്റം വരുന്നെങ്കിലും പേരിൽ മാത്രമായി പോയോ മാറ്റം എന്നുള്ളതും സംശയാസ്പദമാണ്. പേരിടുമ്പോൾ നല്ല പേരിടണം. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഇഷ്ടമുള്ള ധാരാളം നല്ല പേരുകളുണ്ട്. അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ ഒക്കെ ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല പേരുകളാണ്. ഫാത്തിമ, ആയിഷ, അതുപോലെയുള്ള നല്ല നല്ല പേരുകളുണ്ടാവും. പക്ഷേ ഇന്ന് പല ആളുകളും പേരിടുന്നത് കേട്ടാൽ എന്താ ഇപ്പോഴത്തെ പേര്? ആയിഷ, ഫാത്തിമ, നഫീസ, ഇതെല്ലാം കൂടെ ഒരു പേര് വരാനുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം നേരത്തെ പേര് കണ്ടെത്തണമല്ലോ. ഇപ്പോൾ ഒരു പക്ഷേ കണ്ടെത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ ഒന്നുകൂടെ ആഡ് ചെയ്യാനും തിരുത്താനൊക്കെ സംവിധാനം ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരു പേര് ഒരു ഭാഗം ഇടും, എന്നിട്ടോ ബാക്കി കുറച്ചുകൂടെ കഴിഞ്ഞിടാണ്. ഇപ്പൊ നല്ല പേരിട്ട് കുറച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട പേരിടാൻ. പണ്ടൊരു കുട്ടിക്ക് ഒരു ഉപ്പ പേരിട്ട്, പേരെന്താ? അബു. അത് പേര് അബു എന്നുള്ള പേര് അപ്പുറത്തുമില്ല. കുട്ടി എങ്ങനെയുണ്ട് നോക്കട്ടെ. കുട്ടി നന്നാകാണെങ്കിൽ അബൂബക്കർ, കുട്ടി മോശമാണ് അബൂജഹലിടല്ലോ. ഇതാ പേര് നല്ല പേരായിരിക്കും. ഇട മാത്രമല്ല വിളിക്കുകയും വേണം. ഇട്ടിട്ട് ആ പേര് ആരെയും വിളിക്കേണ്ടി, അത് നമ്മൾ തന്നെ വിളിക്കണം. നല്ല പേര് വിടണം. കാരണം നിങ്ങളെ വിളിക്കപ്പെടും. എങ്ങനെ വിളിക്കപ്പെടും?
വിളിക്കപ്പെടും. ഖിയാമത്ത് നാളിൽ ബി അസ്മാഇക്കും നിങ്ങളുടെ പേരിനോടൊപ്പം വിളിക്കപ്പെടും. വ അസ്മാഇ ആബായിക്കും നിങ്ങളുടെ പിതാക്കന്മാരുടെയും പേരിനെ ചേർത്തിട്ട് ഫഹ്സിനു അസ്മാഅക്കും അതുകൊണ്ട് നിങ്ങൾ നല്ല പേരിട്ട് കൊടുക്കണം. പേരിട്ട് നല്ല പേരിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമാണ്. ഖിയാമത്ത് നാളിൽ നിങ്ങളെ ചേർത്തിട്ട് നിങ്ങളുടെയോ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ ചേർത്തി വിളിക്കപ്പെടും. പിതാവിലേക്കാണ് അധികം ആളുകളെ വിളിക്കുക. ചില സാഹചര്യങ്ങൾ കൊണ്ട് മാതാവിലേക്കും ചേർക്കപ്പെടും. പിതാവും ഉമ്മയും തമ്മിൽ ബന്ധമില്ല എങ്കിൽ, അവർ ജീവിതകാലത്ത് തന്നെ നല്ല ബന്ധമില്ല എങ്കിൽ, ചിലപ്പോൾ ഈ കുട്ടിയെ വിളിക്കുന്നത് ഖിയാമത്ത് നാളിൽ ഉപ്പയിലേക്ക് ചേർത്തി വിളിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ, കുട്ടിയുടെ ഇഷ്ടം അല്ലാത്തറിയാം, ഇഷ്ടമില്ലെങ്കിൽ ഒരു പക്ഷേ അത് ഉമ്മയിലേക്ക് ചേർത്തി വിളിക്കും. ഉപ്പയിലേക്കാണ് അധികവും ചേർത്തി വിളിക്കാറുള്ളത്. ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. പേരിടാവുന്നത് നല്ല പേരിട്ട് കൊടുക്കണം. നാലാമത്തത് അഖീഖ അറക്കാറുള്ളത്. ഒരു കുട്ടി ജനിച്ചാൽ ചെയ്യേണ്ട നാലാമത്തെ കാര്യം അഖീഖ അറക്കുക എന്നുള്ളതാണ്. അത് കുട്ടിക്ക് വേണ്ടി ബലികർമ്മം നടത്തുന്നതിനാണ് അഖീഖ അറക്കുക എന്ന് പറയുന്നത്. പുരുഷനാണെങ്കിൽ കഴിയുമെങ്കിൽ 2 ആടിനെയും, സ്ത്രീയാണെങ്കിൽ 1 ആടിനെയും അറുക്കലാണ് സുന്നത്ത്. ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ തന്നെയും അറുത്താൽ കൂലി കിട്ടും. നമ്മുടെ നാട്ടിൽ ഉളുഹിയ അറുക്കാറുണ്ടല്ലോ, 7 ഉളുഹിയയായിട്ടുള്ള അതിലൊന്ന് അഖീഖത്ത് കരുതാ, 6 ഉളുഹിയത്ത് കരുതിയാലും ഫലം കിട്ടും. അഖീഖത്ത് എപ്പോഴാണ് അറുക്കേണ്ടത്? അത് 7ാമത്തെ ദിവസത്തിലാണ് അറുക്കേണ്ടത്. 7ാമത്തെ ദിവസത്തിൽ മാത്രമല്ല, 14ാമത്തെ ദിവസത്തിൽ അറുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 7ന്റെ പട്ടിക അങ്ങനെ പോകും. ഇനി 7ന്റെ പട്ടിക കഴിഞ്ഞിട്ടില്ലേ, 40ാമത്തെ ദിവസം അറുക്കാം. 40ാമത്തെ ദിവസം കഴിഞ്ഞിട്ടില്ലേ, എന്നാൽ പിന്നെ ഒരു കൊല്ലം പൂർത്തിയാകുന്ന സമയത്ത് അവിടെ അറുക്കാം. അപ്പൊ കഴിഞ്ഞിട്ടില്ലേ, കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അഖീഖ അറുത്താലും അതിന്റെ ഫലം ലഭിക്കും. ഇനി ഒന്നുകൂടെ പറയാം, നമ്മളെ ഉമ്മമാരോട് ചോദിച്ചു നോക്കട്ടെ, നമ്മളെ ഉമ്മമാരോട് ഉപ്പമാരോടൊക്കെ നമുക്കൊക്കെ അഖീഖ അറുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വലിയ ആളുകളായി മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ ആയിട്ടും നമുക്കും നമ്മുടെ അഖീഖ അറുക്കാം. പ്രായപൂർത്തി വരെ രക്ഷിതാക്കളുടെ മേൽ ബാധ്യത വരുന്നു. അതിനുശേഷം നമ്മിലേക്ക് ബാധ്യത നീങ്ങുകയാണ്. മരണം വരെ അഖീഖ അറുക്കാം. എൻ്റെ അഖീഖത്ത് എൻ്റെ അർത്ഥമില്ലെങ്കിൽ എനിക്കിപ്പോൾ അറുക്കാം, ഒരു വിരോധവുമില്ല, കൂലി ലഭിക്കുകയും ചെയ്യും. അഖീഖ അറുക്കാം. അത് നമ്മുടെ മരണം വരെ നമ്മുടെ അഖീഖ അറുക്കാം. പിന്നെ അഖീഖ അറുത്താൽ ഈ കുട്ടിയുമായി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നീക്കിക്കിട്ടും. ആഖിറത്തിൽ ആ കുട്ടി കൊണ്ട് രക്ഷിതാക്കൾക്ക് ഗുണകരമുണ്ടാകും. അതുപോലെ തന്നെ മുടി കളയ, ഇതൊക്കെ നല്ല കാര്യമാണ്. 7 ദിവസം ചെയ്യേണ്ടതാണ് മുടി കളയ. പിന്നെ ചെയ്യേണ്ട ഒന്നാണ്, ഏതെങ്കിലും സ്വാലിഹായ മനുഷ്യൻ വായിൽ ചവച്ചത് കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുക. ഇതൊക്കെ വിശ്വാസികളോടാണ് പറയുന്നത്. വിശ്വാസമില്ലാത്തവർ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അയ്യേ, ആരോ ചവച്ചത് നമ്മുടെ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കേ, അതൊന്നും പറ്റൂലല്ലോ, അതൊന്നും ശരിയല്ലല്ലോ എന്നൊക്കെ ധരിക്കുന്നവർ ഇവിടെ ഉണ്ടാവില്ല. യുക്തിവാദികളും ബുദ്ധിയില്ലാത്തവരും അങ്ങനെ ഉണ്ടാകും. അതിൽ വലിയ ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പല കുട്ടികൾക്കും തങ്ങൾ ചവച്ചത് വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് മുഖേന കുട്ടിക്ക് നല്ല ഭാഗ്യം ലഭിക്കുകയും കുട്ടി വിജയികളിൽ ഉൾപ്പെടുകയും ചെയ്യും. പിന്നെ ഇതൊക്കെയാണ് പ്രസവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ട ആദ്യ സ്റ്റെപ്പുകൾ. ഈ സ്റ്റെപ്പുകൾ നന്നായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ടത്. ഇത് പ്രാർത്ഥന എപ്പോൾ തുടങ്ങണം? ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ മോള് വേറെ ആരോ കൂടെ ഒളിച്ചോടി എന്നിട്ട്
നല്ല നിസ്കാരസ്ഥതയെ പ്ലസ് ടു വരെ നോമ്പൊന്നും ഒഴിവാക്കൂല, സർവ്വ സുന്നത്ത് കൊടുക്കും. എപ്പോഴും കയ്യിൽ കൗണ്ടറാണ്, തസ്ബീഹാണ്, സ്വലാത്താണ്, ദിക്റാണ്. എല്ലാ പരിപാടികളും കഴിയാവുന്നതൊക്കെ പോലെ പങ്കെടുക്കും. വളരെ ആവേശിക്കും, നല്ല കുട്ടിയായിരുന്നു. ഇപ്പൊ ഡിഗ്രിയിൽ പഠിക്കുമ്പോൾ അതാ മറ്റവരെ കൂടെ അങ്ങ് പോയിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് തോർക്കണം, അല്ലെങ്കിൽ തങ്ങൾ തോർക്കണം. ഏത് തങ്ങൾ തോർന്നിട്ടും അപ്പൊ ഫലം കിട്ടൂല, ഏത് ഉസ്താദ് തോർന്നിട്ടും അപ്പൊ ഫലം കിട്ടണമെന്നില്ല, ഏത് ആളുകൾ തോർന്നാലും അപ്പൊ ഫലം കിട്ടണമെന്നില്ല. കിട്ടൂല എന്നുള്ളത് ഞാൻ അങ്ങനെ എതിർത്ത് പറയില്ല. അതിന്റെ പല സ്റ്റെപ്പുകളും കഴിയാത്തതിനാൽ വളരെ അപകടമാണ്. നമ്മുടെ മക്കൾ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവരെ നമുക്ക് എല്ലാ വിധത്തിലുള്ള അറിവ് പഠിപ്പിച്ചു കൊടുക്കണം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഡിഗ്രിയിൽ പഠിക്കുന്ന നമ്മുടെ മകൾ കേടുവരുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അവൾ അന്യനോടുകൂടെ ഒളിച്ചോടുന്നില്ല. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മളാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ കുറ്റപ്പെടുത്താമോ? കുറ്റപ്പെടുത്തുകയാണോ സാറേ? ചോദിക്കണ്ട. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ മക്കളെ അത്ര പരിഗണിച്ചില്ലെങ്കിൽ അത് അവർക്ക് വേണ്ടി തെറ്റിലേക്കുള്ള ഒത്താശയാണ്. സ്കൂളിൽ ടൂറിന് പോകുന്നുണ്ട്, പ്ലസ് ടു പഠിക്കുമ്പോൾ പോയിക്കോട്ടെ, ആരൊക്കെ ഉണ്ടാവുക? അത് ക്ലാസ്മേറ്റുകളാണ്. നമുക്ക് ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ ബോയ്സ് ഗേൾസ് ഒക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല, സ്കൂളിൽ നിന്നും ക്ലാസ്സിൽ നിന്നും കാണുന്നവരല്ലേ, യെസ് പോയിക്കോട്ടെ. പോയി സ്കൂളിൽ ടൂറ് കഴിഞ്ഞു, ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിന് പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നിരന്തരമായി പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടി പുരുഷന്മാർ, ക്ലാസ്മേറ്റുകളായ ആണുങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ പെട്ടാൽ പിന്നെ വല്ലാത്ത പെടവേക്കപ്പെടരുത്. നമുക്ക് നമ്മുടെ മക്കൾ നശിച്ചു പോകുന്നത് അറിയില്ല. അവരുടെ കൈവെള്ളയിൽ എന്തിനാണ് ഓൺലൈൻ കാലഘട്ടമൊക്കെ കഴിഞ്ഞല്ലോ, എന്തിനാണ് അവരുടെ കൈവെള്ളയിലേക്ക് ആവശ്യാനുസരണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫോൺ നൽകുന്നത്? ഫോൺ നൽകിയാൽ തന്നെ അതിന്റെ A to Z നമുക്കതിന്റെ കൺട്രോൾ വേണ്ടേ? അതിനെ കുറിച്ച് അത്ര ഐഡിയ ഇല്ല. ഓളത് നോക്കും, പ്ലസ് 1-ലോ പ്ലസ് 2-ലോ ഒക്കെയാണ്, അല്ലെങ്കിൽ 9-ലോ 10-ലോ ഓൾ നോക്കിയാൽ ഓൾക്ക് അതിന്റെ A to Z അറിയാം. എന്നാൽ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഓൾക്ക് ആ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാൻ ഏത് രൂപത്തിൽ ശ്രമിച്ചാലും തിരിച്ചെടുക്കാൻ കഴിയാത്തത് ഓൾക്കറിയാം. ആ മെസ്സേജുകൾ സീസൺസ് ആക്കി വെക്കാൻ ഓൾക്കറിയാം. നമ്മൾ നോക്കണ്ടേ, നമ്മൾ വാങ്ങിക്കൊടുത്ത മൊബൈലിൽ നിന്ന് അവൻ ആർക്കാണ് ചാറ്റ് ചെയ്യുന്നത്, അവൻ ആരോടാണ് വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കേണ്ടതില്ലേ? ഞാൻ ഇവിടുത്തെ കഥ പറയില്ല, മൊത്തത്തിൽ പെട്ടുപോയ മുഴുവൻ കുട്ടികളുടെയും ഒരു 85% ഫോണിൽ അഡിക്റ്റിംഗ് ആണെന്ന് ഞാൻ ചെറിയ കൗൺസിലിംഗ് നടത്തിയപ്പോൾ കിട്ടിയ വിവരമടിസ്ഥാനത്തിൽ പറയുകയാണ്. കഴിഞ്ഞ റമദാനിലെ 2-3 ദിവസം മുമ്പ് ഒരു സ്ഥാപനത്തിലെ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിലേക്ക് കൗൺസിലിംഗ് വന്ന ചില കുട്ടികൾ അവരോട് ചോദിച്ചപ്പോൾ, പെട്ടുപോയതിന്റെ കാരണങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലാകുന്നത് എന്താണെന്നറിയോ? മനസ്സിലാകുന്നത് ഫോണാണ് എന്ന് വ്യക്തമാണ്. അവരുടെ കൈവെള്ളയിൽ കിട്ടിയ മൊബൈൽ ഫോൺ കൊണ്ട് ചാറ്റ് ചെയ്തു, അത് ചീറ്റായി അവസാനം മറച്ചു വെക്കാൻ കഴിയാത്തപ്പോഴാണ് നമ്മൾ അറിയുന്നത്. 8-ൽ നിന്നേ തുടങ്ങി 10-ലെത്തുമ്പോഴേക്ക് കുറെ ഗൗരവത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ അവസാനം കിട്ടിയ ഒരു ടൂർ മുഖേനയാണ് അത് പിന്നീട് പുറത്തായത് എന്ന് മാത്രം. ഞാനിത് പറയുമ്പോൾ ആരും വിഷമം കരുതരുത്. നമ്മുടെ മക്കൾ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവർ നല്ല മക്കളാണ്. നമ്മൾ അവരെ നന്നായി പരിഗണിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മോള് പ്ലസ് 1-ലോ പ്ലസ് 2-ലോ ഡിഗ്രിയിലോ പഠിക്കുന്നുവെങ്കിൽ ആ സ്കൂളിനെ കുറിച്ച് നല്ല ബോധവും നമുക്ക് വേണം. മാത്രവുമല്ല, അവളുടെ ഇടപെടലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം, എവിടെ പഠിക്കുകയാണെങ്കിലും അവളുടെ സാഹചര്യവും നമ്മൾ അറിയണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കുട്ടിയുടെ കോളേജും മറ്റും നമ്മൾ നിർണയിക്കാൻ. നല്ല രൂപത്തിൽ സുബ്ഹാനല്ലാഹ്, ഇതൊരു മൈനസ് പോയിന്റ് ആണെങ്കിൽ നല്ല പ്ലസ് പോയിന്റ്
ആയവരുണ്ട്. ഫോണിൽ അഡിക്ഷനായി ഫോണിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഇന്ന് അൽഹംദുലില്ലാഹ് ഒരു വനിതാ കോളേജിലെ ഒരു അധ്യാപികയാണ്. നന്നായി ഫോണിൽ കളിക്കുകയും ഫോണിന്റെ അഡിക്റ്റ് ആവുകയും ഓൺലൈൻ കാലഘട്ടത്തോടുകൂടെ ആ ഫോണിന്റെ ഫസ്റ്റ് സമയത്ത് ആ ഫോണിൽ ഏറ്റവും അങ്ങേയറ്റത്താവുകയും ചെയ്തപ്പോ ആ പെൺകുട്ടിയുടെ വിവാഹ പ്രായമെത്തിയ സമയമാണ്. അപ്പോൾ അവർക്ക് പുതിയൊരു ഒരാളെ കണ്ടെത്താനുള്ള ഒരു ആഗ്രഹത്തിൽ അവളുടെ ഉപ്പ ശ്രമിച്ചപ്പോൾ ആ ഉപ്പയോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒരാൾ നോക്കേണ്ടതില്ല, ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കല്യാണം മുടങ്ങി, അന്ന് നടന്നില്ല. ഉപ്പ മനോവിഷമത്തിലായി. നോക്കുമ്പോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പെണ്ണും ഈ ആണുമായി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള പ്ലാനാണ്. ഒരു യാത്രക്ക് ഒരുങ്ങുകയാണ്. ആ യാത്ര എന്താണ്? അങ്ങനെ ബംഗളൂരുവിലാണ് അവരുടെ യാത്ര. ആ യാത്ര പോയിട്ട് എന്താണ് കാര്യം? അവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനാണ്. നമ്മുടെ മക്കളൊക്കെ എവിടങ്ങളിൽ പഠിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതെ, അവിടെ പോകാനാണ് അവർക്ക് ആഗ്രഹം. പക്ഷേ ആ ഉപ്പ അത്തരത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ശകാരിക്കാതെ, വെറുപ്പിക്കാതെ സ്നേഹം കൊടുക്കാൻ തുടങ്ങി. താൻ ഇതുവരെ സ്നേഹം കൊടുത്തിട്ടില്ല എന്നുള്ള മട്ടത്തിൽ ആ മോളെ ചേർത്ത് പിടിച്ച്, ഉപ്പയും ഉമ്മയും ചേർത്ത് പിടിച്ച് പറഞ്ഞു, മോളെ, മോൾക്ക് ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാം, ഉപ്പയും ഉമ്മയും തടസ്സമല്ല. പക്ഷേ നാളെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു വിഷമമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ഘട്ടം ഘട്ടമായി ഉപദേശിച്ചു കൊടുത്തു, സ്നേഹം കൊടുത്തു, ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. ആവശ്യമുള്ളതൊക്കെ ഇല്ലാത്തതല്ല, ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. കുട്ടിക്ക് മനസ്സിലായി, എന്നെ എൻ്റെ ഉപ്പ നന്നായി സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. എനിക്കൊരു അബദ്ധം സംഭവിച്ചാൽ അവരെ തിരുത്താനുണ്ട്, നല്ല ജീവിതത്തിലേക്ക് നയിക്കാനുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കിയപ്പോ കൊറോണയുടെ 2022 ആ കുട്ടി ഒരു ശരിയത്ത് കോളേജിൽ താൽക്കാലികമായി ബിരുദമെടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ശരിയത്ത് കോളേജിൽ ഈ 2024 ഒരു വനിതാ കോളേജിൽ ഒരു അധ്യാപികയാണ്. സ്കൂൾ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പോലും ഒരു അധ്യാപികയാണ് അവൾ ഈ 2024. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള സ്നേഹവും നൽകിയപ്പോ അവർക്കും മനസ്സിലായി, എൻ്റെ ഉപ്പയാണ് വലുത്, എൻ്റെ ഉമ്മയാണ് വലുതെന്ന്. ഈ നാട്ടിലോ പരിസര നാടുകളിലൊക്കെ ഒളിച്ചോടിയവരുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്കോ എനിക്കോ അറിയുമോ? ഈ നാട്ടിന്റെ പരിസരത്ത് ഒരു പെൺകുട്ടി ഒളിച്ചോടിയിരുന്നു. കുട്ടിയുടെ പേരും നാടും വീടും എനിക്ക് കൃത്യമായി അറിയാൻ, ഞാനത് പറയുന്നില്ല. ഈ നാടിന്റെ പരിസരത്ത് പെൺകുട്ടി ഒളിച്ചോടിയിരുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? ഇസ്ലാമിക കുടുംബത്തിൽ വളർന്ന പെൺകുട്ടിയാണ്, ഇസ്ലാമിക സംസ്കാരത്തിൽ വളർന്ന പെൺകുട്ടിയാണ്. പക്ഷേ ഓൺലൈൻ കാലഘട്ടത്തോടുകൂടെ ആ കുട്ടി മോശമായി അന്യപുരുഷനോടൊപ്പം ഹറാമായ രൂപത്തിൽ ഒളിച്ചോടി. ഇന്ന് അവളുടെ അഡ്രസ് ഉണ്ടോ എന്നറിയില്ല. 7 മാസമായി അവളുടെ വീട്ടുകാർക്ക് അവളെ കുറിച്ചൊരു അഡ്രസ്സും ഇല്ല. ഈ നാടിന്റെ പരിസരത്താണ്, കൃത്യമായി എനിക്കറിയാം. ആ കുട്ടിയുടെ പേരും അറിയാം, ആ കുട്ടിയുടെ ഉപ്പയുടെ പേരും അറിയാം, ആ കുട്ടിയുടെ കുടുംബത്തിന് പലരുടെയും പേരറിയാം. പക്ഷേ അവരെവിടെയാണെന്ന് പറയാൻ കഴിയൂല. ഡൽഹിയിൽ പോയി, ജിദ്ദയിൽ പോയി, പിന്നെ ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് വന്നെന്നാ പറയുന്നത്. എന്നാൽ നാട്ടിൽ നിന്ന്